Hi, welcome to Lash Class. Calicut University BA ഫസ്റ്റ് സെമിസ്റ്റർ AEC ഫോർ ഹ്യൂമാനിറ്റീസിലെ ഐ ഹാവ് എ ഡ്രീം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ സമ്മറി അനാലിസിസ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Where did Martin Luther King Jr. deliver his I have a dream speech? അപ്പോൾ അദ്ദേഹത്തിന്റെ സ്പീച്ച് അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് നടത്തിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡെലിവേർഡ് ഹിസ് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് അറ്റ് ദ ലിങ്കൺ മെമ്മോറിയൽ ഇൻ വാഷിംഗ്ടൺ DC. അപ്പോൾ വാഷിംഗ്ടൺ DCയിലെ ലിങ്കൺ മെമ്മോറിയൽ, എബ്രഹാം ലിങ്കന്റെ സ്മാരകത്തിന് സമീപത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ Martin Luther King Jr. hopes to achieve as expressed in his I have a dream speech? ഇനി ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ദി അൾട്ടിമേറ്റ് ഗോൾ കിങ് ഹോപ്സ് ടു അച്ചീവ് ഈസ് റേഷ്യൽ ഇക്വാലിറ്റി ആൻഡ് എ സൊസൈറ്റി വേർ പീപ്പിൾ ആർ ജഡ്ജ്ഡ് ബൈ ദർ ക്യാരക്ടർ നോട്ട് ദ കളർ ഓഫ് ദർ സ്കിൻ. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് റേഷ്യൽ ഇക്വാലിറ്റിയാണ്. അതായത് ഈ വർഗവിവേചനം, വർണ്ണവിവേചനം ഇല്ലാത്ത ഒരു സമത്വമുള്ള ഒരു സമൂഹം. അതുപോലെ തന്നെ ആളുകളുടെ ഈ സ്കിന്നിന്റെ കളർ കൊണ്ടല്ലാതെ അവരുടെ ക്യാരക്ടർ കൊണ്ട് അവർ വിലയിരുത്തപ്പെടുത്തുന്ന ഒരു സമൂഹം. അതാണ് അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് ഗോളായിട്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. വാട്ട് ഫേമസ് ഫ്രേസ് ഈസ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് ത്രൂ ഔട്ട് ദ ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്? ഇനി ഈ പ്രസംഗത്തിൽ ഉടനീളം ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകം ഏതാണ്? The famous phrase repeated multiple times is I have a dream. ഈ പ്രസംഗത്തിന്റെ ഹെഡിങ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ളൊരു വാചകമാണ് ഈ പ്രസംഗത്തിലുടനീളം ആവർത്തിക്കുന്നത്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ദാറ്റ് ഈസ് സെൻട്രൽ ടു കിങ്സ് വിഷൻ ഇൻ ദി ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്? ഇനി ഇദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹത്തിന്റെ വിഷന്റെ പ്രധാന ഭാഗമായിട്ട് വരുന്നത് എന്താണ്? ദ സെൻട്രൽ കൺസെപ്റ്റ് ടു കിങ്സ് വിഷൻ ഈസ് റേഷ്യൽ ഹാർമണി ആൻഡ് ഇക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റേഷ്യൽ ഹാർമണി, വർണ്ണവിവേചനമില്ലാത്ത സമത്വമുള്ളൊരു സമൂഹമാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത്. വെൻ ഡിഡ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡെലിവർ ഹിസ് ഫേമസ് സ്പീച്ച് ഐ ഹാവ് എ ഡ്രീം? ഇനി ഈ പ്രസംഗം അദ്ദേഹം എന്നാണ് നടത്തിയതെന്നാണ് ചോദിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡെലിവേർഡ് ഹിസ് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ഓൺ ഓഗസ്റ്റ് 28, 1963. 1963 ഓഗസ്റ്റ് 28 അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് മാർട്ടിൻ ലൂതർ കിങ് കോൾഡ് ദി അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ്? എന്തുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ്? അൺഡൗണ്ടഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയമില്ലാത്ത എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ ഒരു സമാധാനത്തിന്റെ ഭയമില്ലാത്ത ചാമ്പ്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റ് ടു നോൺ വയലൻസ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കൺസിസ്റ്റന്റ്ലി അഡ്വക്കേറ്റഡ് ഫോർ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ് ഇൻ ദ ഫൈറ്റ് ഫോർ സിവിൽ റൈറ്റ്സ്. അപ്പോൾ അദ്ദേഹം നോൺ വയലന്റ്, അതായത് അഹിംസയുടെ മാർഗത്തിലൂടെയും അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം, നമ്മൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനവും അഹിംസയിലൂടെയുമാണ് അദ്ദേഹം സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ചെയ്തിരുന്നത്. ഹിസ് അപ്രോച്ച് വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മഹാത്മാഗാന്ധിസ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഈ അഹിംസ എന്നുള്ള ഫിലോസഫിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിന്റെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ ഈ അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ് എന്ന് വിളിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ലീഡർഷിപ്പ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ആണ്. കിങ്സ് റോൾ ആസ് എ ലീഡർ ഡ്യൂറിംഗ് പിവോട്ടൽ മൂവ്മെന്റ്സ് സച്ച് ആസ് എ മുണ്ടാഗമറി ബസ് ബോയ്ക്കോട്ട് ആൻഡ് ദ മാർച്ച് ഓൺ വാഷിംഗ്ടൺ ഏൺഡ് ഹിം ദ ടൈറ്റിൽ. അപ്പോൾ ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും ഇദ്ദേഹമാണ് ലീഡർ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബസ് ബോയ്ക്കോട്ട്, അതുപോലെ തന്നെ ഈ വാഷിംഗ്ടണിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ച് തുടങ്ങിയവയുടെ എല്ലാം ലീഡറായിട്ട് ഇദ്ദേഹമായിരുന്നു. അപ്പൊ അത് ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ടൈറ്റിൽ അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ് എന്നുള്ള ഒരു വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ ചാമ്പ്യന്റെ പീസ്ഫുൾ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് റേഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഇൻഇക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സമാധാനപരമായിട്ടുള്ള അഹിംസയുടെ മാർഗത്തിലൂടെയാണ് ഈ അസമത്വത്തിനെതിരെയും വിവേചനത്തിനെതിരെയും എല്ലാം സമരം ചെയ്തിരുന്നത്.
അടുത്തത് മോറൽ കറേജ് ആണ്. നമ്മൾ അൺഡൗണ്ടഡ് എന്നാണ് പറയുന്നത്. ഭയമില്ലാത്ത ചാമ്പ്യൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഡിസ്പൈറ്റ് ഫേസിംഗ് ഡെത്ത് ത്രെറ്റ്സ്, ഇംപ്രിസൺമെന്റ് ആൻഡ് വയലൻസ്, കിങ് റിമൈൻഡ് അൺഡിറ്റേർഡ് ഇൻ ഹിസ് പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ്, ബിക്കമിങ് എ സിംബൽ ഓഫ് പീസ്ഫുൾ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ വധഭീഷണികൾ, അതുപോലെ തന്നെ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നേരിടുന്ന സമയത്തൊന്നും അതിൽ ഭയപ്പെടാതെ അദ്ദേഹം ഈ സമാധാനത്തിലൂടെയുള്ള ഈ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ് എന്നുള്ള പേര് വരുന്നതിന് കാരണമായിട്ടുണ്ട്. നൊബേൽ പീസ് പ്രൈസ്. In 1964, King was awarded the Nobel Peace Prize for his efforts to combat racial segregation and promote peace and equality through non-violent means. അങ്ങനെ ഈ സമാധാനത്തിന്റെ അഹിംസയുടെ മാർഗത്തിലൂടെ സമത്വത്തിനും വിവേചനത്തിനെതിരായിട്ടും ഉള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് 1964 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അൺഡൗണ്ടഡ് ചാമ്പ്യൻ ഓഫ് പീസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേസ് ആർ ദി ഇഷ്യൂസ് അഡ്രസ്ഡ് ഇൻ ദി ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് സ്റ്റിൽ റെലവന്റ് ടുഡേ? ഇനി ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിനകത്ത് പറയുന്ന പല പ്രശ്നങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ കൂടി പ്രസക്തമായിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചോദ്യം. റേഷ്യൽ ഇനിക്വാലിറ്റി. വൈൽ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്, സിസ്റ്റമിക് റേസിസം ആൻഡ് റേഷ്യൽ ഇനിക്വാലിറ്റി പെർസിസ്റ്റ് ഇൻ മെനി ഏരിയാസ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ക്രിമിനൽ ജസ്റ്റിസ്, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മുന്നേറ്റങ്ങളും പുരോഗമനവും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ക്രിമിനൽ ജസ്റ്റിസിനകത്ത്, അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളോട് പോലീസുകാരെ വിവേചനത്തോടു കൂടി പെരുമാറുന്ന ഒരു സംവിധാനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും കാര്യത്തിൽ ഇവരോട് വിവേചനം കാണിക്കുന്ന സമീപനം ഇപ്പോഴും പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തത് വരുന്നത് പോലീസ് ബ്രൂട്ടാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. ദ ഫൈറ്റ് അഗൈൻസ്റ്റ് പോലീസ് ബ്രൂട്ടാലിറ്റി ആൻഡ് റേഷ്യൽ പ്രൊഫൈലിംഗ്, particularly affecting African Americans, remains a pressing issue, as seen in movements like Black Lives Matter. ഇനി അമേരിക്കൻ സമൂഹത്തിനകത്ത് ഇപ്പോഴും ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള വിവേചനപരവും അതുപോലെ തന്നെ ക്രൂരവുമായിട്ടുള്ള സമീപനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ജോർജ് ഫ്ലോയിഡ് എന്നു പേരുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അമേരിക്കക്കാരൻ ഈ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഇന്ന് അവിടെ വ്യാപകമായിട്ടുള്ള ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്നുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ആരംഭിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന പല വിഷയങ്ങളും ഇന്നും ഈ സമൂഹത്തിൽ റെലവന്റ് ആണ് എന്നുള്ള കാര്യമാണ്. പിന്നെയുള്ളത് എക്കണോമിക് ഡിസ്പാരിറ്റി ആണ്. എക്കണോമിക് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ റേഷ്യൽ ഗ്രൂപ്പ്സ് ഈസ് സ്റ്റിൽ പ്രിവാലന്റ്. ഈ ആഫ്രിക്കൻ അമേരിക്കൻസും അതുപോലെ തന്നെ വെള്ളക്കാരും തമ്മിലുള്ള ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള അസമത്വം ഇന്നും അവിടെ ഒരു യാഥാർത്ഥ്യമാണ്. With the minority groups often facing higher rates of poverty and lower access to quality education and job opportunities. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസ് ആണ് കൂടുതലും അവിടെ ഈ പാവപ്പെട്ടവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നേരത്തെ പറഞ്ഞ വിവേചനങ്ങളുടെയൊക്കെ കാരണങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരത്തിലേക്കും സാധ്യതകൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദി ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ഇൻഫ്ലുവൻസ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്? ഇനി അമേരിക്കയിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ ഈ പ്രസംഗം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഗാൽവനൈസ് ദ മൂവ്മെന്റ്. ദ സ്പീച്ച് എനർജൈസ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ബൈ പ്രൊവൈഡിങ് എ പവർഫുൾ ഷെയർഡ് വിഷൻ ഓഫ് എ റേഷ്യലി ഈക്വൽ സൊസൈറ്റി. ഈ പ്രസംഗം ആ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ എനർജൈസ് ചെയ്യുകയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഒരു വിഷൻ ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പകർന്നു നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്ഡ് യൂണിഫൈ ആക്ടിവിസ്റ്റ് ആൻഡ് സപ്പോർട്ടേഴ്സ് അണ്ടർ എ കോമൺ ഗോൾ. ഒരു പൊതു ലക്ഷ്യം. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ലക്ഷ്യം എന്നുള്ളത്. ഒരു വർണ്ണവിവേചനമില്ലാത്ത ഒരു സമൂഹം, ആളുകളുടെ സ്കിന്നിന്റെ കളർ കൊണ്ടല്ലാതെ ക്യാരക്ടർ കൊണ്ട് അവർ വിലയിരുത്തപ്പെട്ട ഒരു സമൂഹം എന്ന തരത്തിൽ ഒരു കോമൺ ഗോൾ, ഒരു പൊതു ലക്ഷ്യം അവർക്ക് മുന്നിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ ആളുകളെല്ലാം കൂടുതൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഈ പ്രസംഗത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് സംഭവിച്ചു. ഇൻക്രീസ്ഡ് സപ്പോർട്ട്. King's speech reached national and international audience, drawing greater public attention and support for the civil rights cause. ഇനി ഇദ്ദേഹത്തിന്റെ പ്രസംഗം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമേരിക്കയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ പ്രസംഗം ശ്രദ്ധിക്കുകയും അങ്ങനെ ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ
രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രസംഗത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഫ്രം ഇൻഡിവിജ്വൽസ് ഹു വർ പ്രീവിയസ്ലി ന്യൂട്രൽ. അപ്പോൾ മുൻപ് ഈ കാര്യങ്ങളിൽ അഭിപ്രായമില്ലാതിരുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾ വരെ ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെടുന്നതോടു കൂടിയിട്ട് ഈ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിന് ഇൻഫ്ലുവൻസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ഇമ്പാക്ട് ആണ്. ദ സ്പീച്ച് ഹെൽപ്ഡ് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു ടേക്ക് ആക്ഷൻ. അപ്പൊ അതുവരെ അവിടുത്തെ ഭരണകൂടം ഈ കാര്യങ്ങളിൽ ഒരു തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രസംഗത്തിന്റെ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് അവർക്കത് തീരുമാനമെടുക്കണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരികയുണ്ടായി. കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പാസേജ് ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1964 ആൻഡ് ദ വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ഓഫ് 1965. ഇദ്ദേഹം 1963 ഈ പ്രസംഗം നടത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ അവിടെ സിവിൽ റൈറ്റ്സ് ആക്ട് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വരുന്ന വർഷം വോട്ടിംഗ് റൈറ്റ്സ് ആക്ട്, ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന് വോട്ടവകാശം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ പ്രസംഗത്തിന്റെ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അവിടുത്തെ ഈ ഭരണകൂടത്തിന് നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വിച്ച് അഡ്രസ് ദി ഇഷ്യൂസ് ഓഫ് റേഷ്യൽ സെഗ്രിഗേഷൻ ആൻഡ് വോട്ടർ ഡിസ്ഫ്രാഞ്ചൈസ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിവേചനത്തിനും അതുപോലെ തന്നെ ഇവർക്ക് വോട്ടവകാശം ഇല്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന രീതിയിലേക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രസംഗത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് റിട്ടോറിക്കൽ ഡിവൈസസ് ഡിഡ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ യൂസ് ഇൻ ദി ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ടു എഫക്റ്റീവ്ലി കൺവേ ഹിസ് മെസ്സേജ്? ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശയം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രസംഗത്തിനകത്ത് അദ്ദേഹം എന്തെല്ലാം റിട്ടോറിക്കൽ ഡിവൈസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. റിട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോയത്തിലൊക്കെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന പോലെ സ്പീച്ചിനകത്ത് വരുന്ന ലിറ്റററി ഡിവൈസസ് ആണ് റിട്ടോറിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് റിപ്പീറ്റേഷൻ ആണ്. King's repeated use of phrases like I have a dream and let freedom ring reinforced these key messages and made the speech memorable. അപ്പോൾ ഈ ഐ ഹാവ് എ ഡ്രീം എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ട് ആ സ്പീച്ച് മാറുന്നതിന് കാരണമായി നമുക്കറിയാം. അപ്പൊ അത് ഈ സ്പീച്ചിൽ ത്രൂ ഔട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റ് ഫ്രീഡം റിംഗ് എന്നുള്ളൊരു ഫ്രേസും അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആ ആവശ്യങ്ങൾ ആ കാര്യങ്ങൾ ഊന്നി പറയുക എന്നുള്ളതും മറ്റൊന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് അത് മെമ്മറബിൾ ആയിരിക്കുക എന്നൊരു ഇഫക്റ്റും ആ റിപ്പീറ്റേഷനിലൂടെ നടക്കുന്നുണ്ട്. ദിസ് ഡിവൈസ് ഹെൽപ്ഡ് യൂണിഫൈ ഹിസ് ഓഡിയൻസ് ആൻഡ് എംഫസൈസ് ഹിസ് വിഷൻ ഓഫ് ഈക്വാലിറ്റി. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനും അത് അവരെ കൂടുതൽ സ്വാധീനിക്കുന്നതിനും യൂണിഫൈ ചെയ്യുന്നതിനുമെല്ലാം ഈ റിട്ടോറിക്കൽ ഡിവൈസസിന്റെ ഉപയോഗം കാരണമായിട്ടുണ്ട്. പിന്നെ വരുന്നത് മെറ്റഫർ ആണ്. King used metaphors such as a bad check to describe how America had defaulted on its promises of freedom and equality to African Americans. പിന്നെ അദ്ദേഹം ബാഡ് ചെക്കിന്റെ ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ ചെക്ക് മടങ്ങുക എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷന്റെ കാലത്ത്, അതായത് അടിമത്ത നിരോധന പ്രഖ്യാപനത്തിന്റെ സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടാതെ പോയി എന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ബാഡ് ചെക്കിന്റെ മെറ്റഫർ ഉപയോഗിക്കുന്നത്. ഹി ഓൾസോ യൂസ് ദ മെറ്റഫർ ഓഫ് ലൈറ്റ് ടു റെപ്രസെന്റ് ജസ്റ്റിസ് ആൻഡ് ഡാർക്ക്നെസ് ഫോർ ഇൻജസ്റ്റിസ്. കൂടാതെ ഈ ജസ്റ്റിസിനെ, നീതിയെ അദ്ദേഹം വെളിച്ചത്തോടും അതുപോലെ അനീതിയെ അദ്ദേഹം ഇരുട്ടിനോടും കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള മെറ്റഫേഴ്സ് ഈ സ്പീച്ചിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത് വരുന്നത് അലൂഷൻ ആണ്. ഈ പ്രസംഗത്തിനകത്ത് നടത്തുന്ന റെഫറൻസുകളെയാണ് നമ്മൾ അലൂഷൻ എന്ന് വിളിക്കുന്നത്. King referenced the historical events such as the Emancipation Proclamation and religious texts like the Bible. ഒന്ന് ചരിത്ര സംഭവങ്ങളായിട്ടുള്ള ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ, അതായത് അടിമത്ത നിരോധന പ്രഖ്യാപനം, അതിനെ അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബൈബിളും അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. These allusions strengthened his moral argument and connected to the civil rights movement, broader historical and spiritual context. അപ്പോൾ ഈ ഒരു അലൂഷൻസിലൂടെ ഈ ബൈബിളുമായിട്ടും അതുപോലെ ചരിത്ര സംഭവങ്ങളിലേക്കൊക്കെ റെഫർ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കണ്ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ധാർമ്മികവും അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണ്ടെക്സ്റ്റ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ റിട്ടോറിക്കൽ ഡിവൈസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇമേജറിയും സിംബോളിസവുമാണ്. വിവിഡ് ഇമേജറി ലൈക്ക് ദ സ്വെൽറ്ററിംഗ് ഹീറ്റ് ഓഫ് ഇൻജസ്റ്റിസ്, അതായത് ഈ അനീതിയുടെ ചൂട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രയോഗം. ആൻഡ് ദ ജോയസ് ഡേബ്രേക്ക് ടു എൻഡ് ദ ലോങ് നൈറ്റ് ഓഫ് ദെയർ ക്യാപ്റ്റിവിറ്റി, അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ഈ സുപ്രഭാതത്തിലേക്ക് ഉണരുക തുടങ്ങിയിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ഇമേജറി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മേഡ് ദി ഇമോഷണൽ ആൻഡ് മോറൽ വെയിറ്റ് ഓഫ് ഹിസ് മെസ്സേജ് മോർ കമ്പല്ലിംഗ്.
അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓഡിയൻസിന് അത് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരം ഇമേജറിയും സിംബോളിസവും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ കാണുന്നത് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിവിധ പർവ്വതങ്ങളുടെയും മറ്റും പേരുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സിംബോളിസവും നമ്മൾ ഇതിൽ റിട്ടോറിക്കൽ ഡിവൈസ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. How has the speech "I have a dream" continued to influence social justice movements and discussions about race in America? അപ്പോൾ ഈ ഒരു പ്രസംഗം എങ്ങനെയാണ് അമേരിക്കയിൽ ഇപ്പോഴും ഈ വംശീയതയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇൻസ്പിറേഷൻ ഫോർ മോഡേൺ മൂവ്മെന്റ്സ്. കിങ്സ് സ്പീച്ച് കണ്ടിന്യൂസ് ടു സെർവ് ആസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇൻസ്പിറേഷൻ ഫോർ മോഡേൺ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സ്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം ഈ ആധുനിക കാലഘട്ടത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സിനും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ബ്ലാക്ക് ലീവ്സ് മാറ്റർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർണ്ണവിവേചനത്തിൻ്റെതായിട്ടുള്ള പോരാട്ടമാണ് ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്നുള്ള ഒരു മൂവ്മെന്റ്. അതിലും ഇദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. Activists draw on King's vision of racial equality and justice as they advocate for systemic change in areas like police reform and racial profiling. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ ഈ പോലീസ് പ്രൊഫൈലിംഗ്, അതായത് ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ പോലീസ് വിവേചനപരമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളാണ് കൂടുതൽ അവിടെ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഈ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Framework for equality. The speech provides a moral and philosophical framework for discussing race, focusing on equality, fairness and human dignity. മറ്റൊന്ന്, ഈ ഒരു സ്പീച്ചിന് ആ കാലഘട്ടത്തിലേക്ക് മാത്രം ഉള്ള ഒരു റെലവൻസ് അല്ല, അതായത് എല്ലാ കാലത്തേക്കും നമ്മൾ റെഫർ ചെയ്യാവുന്ന ഈ സാമൂഹ്യ നീതിയെ കുറിച്ചിട്ടും സമത്വത്തെ കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ആ ഒരു സ്പീച്ചിനകത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ഇക്വാലിറ്റിക്കുള്ള ഒരു ഫ്രെയിംവർക്ക് ആയിട്ട് ഈ സ്പീച്ചിനെ കണക്കാക്കാൻ വേണ്ടി സാധിക്കും. These principles are referenced in contemporary debates on racial disparities in education, employment and criminal justice. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഈ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ക്രിമിനൽ ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള മറ്റ് സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സിനെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിംവർക്ക് ആയിട്ടാണ് ഈ സ്പീച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇൻസ്പിറേഷനും ഈ മൂവ്മെന്റ്സിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് ലെഗസി ഓഫ് നോൺ വയലൻസ് ആണ്. കിങ്സ് എംഫസിസ് ഓൺ നോൺ വയലൻസ് ആസ് എ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് ഈസ് ഫ്രീക്വന്റ്ലി ഇൻവോക്ഡ് ബൈ മോഡേൺ ആക്ടിവിസ്റ്റ് സീക്കിംഗ് പീസ്ഫുൾ വേസ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് റേഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നോൺ വയലൻസ്, അല്ലെങ്കിൽ അഹിംസയുടെ മാർഗത്തിലൂടെയാണ് ഇവര് പ്രതിഷേധവും സമരവും ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലും ഇതുപോലെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സ് ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള അഹിംസയുടെ മാർഗത്തിലൂടെ ചെയ്യുന്ന ആക്ടിവിസ്റ്റുകൾ ഈ ഒരു സ്പീച്ചിൽ നിന്ന് ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും കണ്ടെത്തുന്നുണ്ട്. His commitment to non-violent civil disobedience influences current strategies in protest and campaigns. അപ്പോൾ അദ്ദേഹം പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസ്, നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ അഹിംസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള സമരമാർഗങ്ങളിലും ആളുകൾ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ വരുന്നത് ഈ സ്പീച്ച് ഒരു പ്രതീക്ഷയുടെ സിമ്പൽ ആണെന്നുള്ളതാണ്. സിമ്പൽ ഓഫ് ഹോപ്പ്. കിങ്സ് സ്പീച്ച് സിംബലൈസസ് ഹോപ്പ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ചേഞ്ച്, and his dream of a society free from racial prejudice remains an aspirational goal. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ഒരു പ്രതീക്ഷയുടെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. അതായത് മനുഷ്യർ സാഹോദര്യത്തോടു കൂടിയും സമത്വത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചുള്ള ഒരു സ്വപ്നമാണ് അദ്ദേഹം ഈ സ്പീച്ചിനകത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ള ഈ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സിലും ഈ ഒരു സ്വപ്നം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രതീക്ഷയുടെ ഒരു സിമ്പിളായിട്ട് ഈ സ്പീച്ച് നമുക്ക് കാണാവുന്നതാണ്. സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സ് കണ്ടിന്യൂ ടു പുഷ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് ദിസ് ഡ്രീം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇന്നും സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൈറ്റിംഗ് ഹിസ് വേർഡ്സ് ആസ് എ റിമൈൻഡർ ഫോർ ദ ലോങ് ടേം വിഷൻ ഓഫ് ഇക്വാലിറ്റി. അപ്പോൾ സമത്വം എന്നുള്ള ആ ഒരു ലോങ് ടേം വിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ സിമ്പൽ എന്നുള്ള തരത്തിൽ ഈ സ്പീച്ച് ഈ പുതിയ കാലഘട്ടത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർസ് അപ്ബ്രിംഗിംഗ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷേപ്പ് ഹിസ് വ്യൂസ് ആൻഡ് ആക്ഷൻസ് ആസ് എ സിവിൽ റൈറ്റ്സ് ലീഡർ? ഇനി ഇദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളും നേരിട്ട അനുഭവങ്ങളുമെല്ലാം ഇദ്ദേഹത്തെ ഒരു സിവിൽ റൈറ്റ്സ് ലീഡർ ആക്കുന്നതിൽ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നാണ് ചോദിക്കുന്നത്. റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്.
King was raised in a deeply religious environment. His father was a pastor. വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഇദ്ദേഹം ജനിക്കുന്നതും വളരുകയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഫാദർ ഒരു പാസ്റ്റർ ആയിരുന്നു. ആൻഡ് കിങ് ഹിംസെൽഫ് ബിക്കെയിം എ ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്നിട്ട് ഇദ്ദേഹവും ഈ റിലീജിയസ് ആയിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഹിസ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് റിലീജിയസ് ടീച്ചിങ്സ്, particularly the principles of love and justice, played a pivotal role in shaping his commitment to non-violent resistance and social equality. അപ്പോൾ ഈ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഈ ജസ്റ്റിസ്, ലവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നീതിബോധം, അതുപോലെ തന്നെ സ്നേഹം തുടങ്ങിയിട്ടുള്ള ഈ സങ്കല്പങ്ങൾ ഇദ്ദേഹത്തെ നോൺ വയലൻസിലേക്കും അഹിംസയുടെ മാർഗത്തിലുള്ള സമരത്തിലേക്കും അതുപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കും എല്ലാം ഒരു വീക്ഷണം രൂപപ്പെടുന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകൾ തന്നെയാണ്. എക്സ്പീരിയൻസസ് വിത്ത് റേസിസം. Growing up in the segregated South, King experienced the racial discrimination first hand. ഇദ്ദേഹം അമേരിക്കയുടെ തെക്ക് ഭാഗത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കയുടെ തെക്ക് ഭാഗത്താണ് ഈ വിവേചനങ്ങൾ കൂടുതലായിട്ടുള്ളത്. വടക്ക് ഭാഗത്ത് അത്ര കണ്ട് ഈ വംശീയ വിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൗത്ത് ഭാഗത്ത് ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം ഈ ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. These personal encounters with racism, such as being denied access to certain facilities and witnessing the injustice around him, deeply influenced his desire to fight for civil rights. അപ്പൊ അദ്ദേഹം നേരിട്ടിട്ടുള്ള ഈ അനുഭവങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വിവേചനം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിലിന്റെ കാര്യത്തിലും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, അതുപോലെ വോട്ടവകാശം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വിവേചനമാണ് നേരിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇദ്ദേഹം നേരിടുന്ന വിവേചനങ്ങളും ഇദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ അത് നേരിടുന്നത് കാണുന്നതുമെല്ലാം ഇതുപോലെ ഈ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വാദിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ഒരു വീക്ഷണം അദ്ദേഹത്തിന് രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ആണ്. കിങ്സ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പോസ് ഹിം ടു വേരിയസ് ഫിലോസഫീസ് ആൻഡ് ഐഡിയാസ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല ആശയങ്ങളും അതുപോലെ ഫിലോസഫീസ് എല്ലാം പരിചയിക്കുന്നുണ്ട്. ഹി സ്റ്റഡീഡ് തിയോളജി ആൻഡ് ഫിലോസഫി which introduced him to non-violent resistance as advocated by Gandhi, and this became a core strategy in his approach to civil rights. അദ്ദേഹം തിയോളജിയും ദൈവശാസ്ത്രവും ഫിലോസഫിയുമാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ആശയങ്ങളും പരിചയപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ ഈ അഹിംസയുടെ ആശയം പരിചയപ്പെടുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഈ ഒരു സിവിൽ റൈറ്റ്സ് ലീഡർ എന്നുള്ള അപ്രോച്ച് രൂപീകരിക്കുന്നതിന് വലിയ സ്വാധീനം വരുത്തിയിട്ടുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് were the social and political conditions in the United States that led to Martin Luther King Jr.'s I Have a Dream speech? ഇനി അദ്ദേഹത്തെ ഈ പ്രസംഗത്തിലേക്ക് നയിച്ചിട്ടുള്ള അമേരിക്കയിലെ അക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നാണ് ചോദിക്കുന്നത്. Segregation and Jim Crow laws. During the early 1960s, segregation laws known as Jim Crow laws were still enforced in many southern states. അപ്പോൾ ഈ 1960കളുടെ തുടക്കത്തിൽ അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ സെഗ്രിഗേഷൻ ലോസ്, അതായത് ഈ വിവേചന നിയമങ്ങൾ നിലനിന്നിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടവകാശമില്ല, അതുപോലെ സ്കൂളിലേക്ക് പ്രവേശനമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ വിവേചനങ്ങൾ നിയമപരമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ അന്ന് ഉണ്ടായിരുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസ് were legally required to use separate public facilities, schools and transportation, which reinforced the racial inequality and discrimination. ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ ഫെസിലിറ്റീസും, വിദ്യാഭ്യാസത്തിനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അവർക്ക് എന്തായാലും നമുക്കറിയാവുന്ന പോലെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ലഭിക്കുക. നല്ല സാഹചര്യങ്ങളെല്ലാം വെള്ളക്കാർക്ക് മാത്രം ലഭിക്കുന്ന, നിയമപരമായിട്ട് തന്നെ ഈ വിവേചനം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത്. സിവിൽ റൈറ്റ്സ് പ്രൊട്ടസ്റ്റ് ആൻഡ് അൺറെസ്റ്റ്. By 1963, civil rights activism had gained significant momentum. ഇനി ഈ പ്രസംഗം നടക്കുന്ന 1963 ആവുന്ന സമയത്തേക്ക് അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് വളരെ വ്യാപകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രൊട്ടസ്റ്റ്, സിറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ് ഡിമാൻഡിങ് ഈക്വൽ റൈറ്റ്സ് were widespread across the country. ഈ ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ മാർച്ചുകൾ, മറ്റ് സമരങ്ങളെല്ലാം അമേരിക്കയിൽ വ്യാപകമായിട്ടന്ന് നിലനിന്നിരുന്നു. particularly in response to incidents of police brutality and the systemic denial of voting rights to African Americans. പ്രത്യേകിച്ചും ഈ പോലീസുകാർ ഈ ആഫ്രിക്കൻ അമേരിക്കൻസിനോട് വിവേചനപരമായിട്ട് ക്രൂരതയോടെ പെരുമാറുന്ന കാര്യവും അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യത്തിനെതിരെയുമാണ് വ്യാപകമായിട്ട് ഇത്തരം സമരങ്ങൾ ഉണ്ടായിരുന്നത്.
പിന്നെയുള്ളത് എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആണ്. African Americans were disproportionately affected by poverty and economic inequalities was a central issue in the civil rights movement. സ്വാഭാവികമായിട്ടും ഇവർക്ക് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും കൊടുക്കാതെ വിവേചനത്തോടു കൂടി ഇവരെ നേരിടുന്ന സമയത്ത് ആഫ്രിക്കൻ അമേരിക്കൻസ് വലിയ ദാരിദ്ര്യത്തിലാണ് അക്കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലെ പ്രധാനപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ദ മാർച്ച് ഓൺ വാഷിംഗ്ടൺ ഫോർ ജോബ്സ് ആൻഡ് ഫ്രീഡം where King delivered his speech focused on both civil rights and economic justice. അപ്പോൾ അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്ന ഈ മാർച്ചിനകത്ത് ഈ സിവിൽ റൈറ്റ്സിന്റെ കൂടെ തന്നെ എക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തികമായിട്ടുള്ള നീതിയും സാമൂഹികമായിട്ടുള്ള നീതിയും ഒരു അടിസ്ഥാന വിഷയമായിട്ട് ഉന്നയിച്ചിരുന്നു. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ഇനാക്ഷൻ ആണ്. Despite growing activism and pressure, the federal government had been slow to pass comprehensive civil rights legislation. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വളരെ സ്ലോ ആയിട്ട് ഒരു തണുപ്പൻ സമീപനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. This frustration led civil rights leaders, including King, to organize the March on Washington to demand legal and political reforms. അപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നിഷ്ക്രിയത്വം കൂടിയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആളുകൾ ഇതുപോലെ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ ഈ പ്രസംഗം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും നയിക്കുന്ന അമേരിക്കയിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.